ഫുട്ബോളിൽ പുതിയൊരു പ്രയോഗം എന്താണ് ആ ബോൾ? 100% അർജന്റീന ഇപ്രാവശ്യം കപ്പടിച്ചിരിക്കും. അമേരിക്കൻ പട്ടാളത്തിന്റെ പടപ്പാളയത്തിൽ പന്ത് കൊണ്ട് പട്ടാഭിഷേകം തീർക്കാൻ ലോക ഫുട്ബോളിന്റെ താരരാജാവ് കിലിയൻ എംബാപ്പെ. 20 വയസ്സിന്റെ ആർജവത്തോടെ റൊണാൾഡോ. നമ്മളിപ്പുറത്തെയാ. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്. കോ-പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ്, സുൽത്താൻ ബത്തേരി. കോ-പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി. വയനാട് വിഷൻ ചാനൽ ഫ്രീ കിക്ക് ഇന്ന് എത്തിയിട്ടുള്ളത് ഇപ്പോൾ കമ്മോം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കുറെ ആളുകൾ ഈ വൈകിയ സമയത്തും ഉണ്ട്. നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. വയനാടിന്റെ തമിഴ്നാടിന്റെ ഒക്കെ വിവിധ മേഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുട്ബോളിനെ കുറിച്ചാണ്. തീർച്ചയായും ഇപ്പൊ കളി നടക്കുന്നതിന്റെ കുറച്ച് മുമ്പാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. കമോൺ, നമ്മൾ ഫുട്ബോളിൽ കൂടുതൽ കമോൺ എന്ന് പറയുന്നത് പോലെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് നൽകുന്ന 10,001 രൂപ സമ്മാനമുണ്ട്. അവരോടൊപ്പമാണ് നമ്മുടെ ഫ്രീ കിക്ക് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ്, സുൽത്താൻ ബത്തേരി, കോഴിക്കോട്, ഒപ്പം മാണിക്യം ഡിസൈനർ ജ്വല്ലറി. അപ്പൊ നമുക്ക് ഇവരോടൊപ്പം ഒന്ന് ചോദിക്കാം, ഏത് ടീമാണ് കപ്പടിക്കുക? നിങ്ങൾ ഓടി രക്ഷപ്പെടല്ലേ? അല്ല, ഇവിടെ കപ്പടിക്കുന്ന ആരാ കപ്പടിക്കുക? കഴിഞ്ഞ ചാമ്പ്യന്മാരായ അർജന്റീന കപ്പടിക്കും. നമ്മുടെ അർജന്റീന കപ്പടിക്കുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ പ്രിയ താരം മാജിക് മാൻ മെസ്സി വിരമിക്കുകയും ചെയ്യും. മെസ്സി വിരമിക്കും. ഓക്കെ, അത് വലിയ കാര്യമായിട്ട് തന്നെയാണ് മെസ്സി വിരമിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ബ്രസീലുകാർ ഇവിടെ അർജന്റീനക്കാരുള്ള ആദ്യത്തെ കളി അർജന്റീന. ഇതൊക്കെ അർജന്റീന. ബ്രസീലുകാരില്ല. ബ്രസീലില്ല. വീണ്ടും തിരിച്ചു വരും. വേറെ ടീം തിരിച്ചു വരും. സ്പെയിനുണ്ട്. ബ്രസീൽ വീണ്ടും തിരിച്ചു വരും. ആദ്യത്തെ കളി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ പുള്ളി പറയാം ആദ്യത്തെ കളി അങ്ങനെയായിരുന്നു, പക്ഷെ അടുത്തതിൽ തിരിച്ചു വരും. അല്ല, ഇവിടെ സ്പെയിൻ ഉണ്ട് കേട്ടോ. ഇവിടെ സ്പെയിൻ എവിടെ? സ്പെയിൻ ഇപ്രാവശ്യം ഒരു സംശയം വേണ്ട. സ്പെയിനാ ആവർത്തിക്കും. സ്പെയിനാ ഫൈനല് ഫ്രാൻസും സ്പെയിനും. നല്ല പ്രവചനാണ്, നല്ല പ്രവചനാണ്. ചേട്ടൻ ഇവിടെ വേറെ എന്തോന്ന് ബ്രസീലാണ്. അതൊക്കെ ബ്രസീലിനാണ് ശക്തിയോടെ വീണ്ടും പയമയിലേക്ക് തിരിച്ചു വരും. ബ്രസീലാണ്. ഇവിടെയോ? ഇവിടെ അർജന്റീന. അർജന്റീന നെതർലാൻഡ് ഫൈനൽ വരും. നെതർലാൻഡിന്റെ ഫസ്റ്റ് കളി കണ്ടോ ചേട്ടാ? ജപ്പാന് നല്ല ടീമാണ്. ജപ്പാനിന് സമനിലയിൽ വലിയ കാര്യമില്ല. നെതർലാൻഡ് മാറും. നമ്മളൊരു ചെറിയ സമ്മാനം തരാൻ വേണ്ടി ചെറിയൊരു ചോദ്യത്തിലേക്ക്. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന സമ്മാനമുണ്ട്. നമ്മുടെ വേൾഡ് കപ്പിൽ ഏറ്റവും വേഗമേറിയ ഗോൾ അടിച്ച താരം 11 സെക്കൻഡിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയാർന്ന ഏറ്റവും വേഗതയാർന്ന ഗോൾ നേടിയ താരം തുർക്കിയുടെ കളിക്കാരനാ. തുർക്കി. ഇവിടെ പറഞ്ഞു ഹാക്കൻ സൂക്കർ. റൈറ്റ് ആൻസർ. നല്ല കൈയ്യടി. ഗംഭീരം. കാരണം എല്ലാവരും ശ്രദ്ധിക്കാത്ത, അധികം മനസ്സിലാക്കി വെക്കാത്ത അതൊരു ചരിത്രമാണ്. വേൾഡ് കപ്പിന് ഒരു സമ്മാനം കൊടുക്കാം നമുക്ക്. വേഗതയേറിയ ഗോൾ നേടിയ ഹാക്കൻ സൂക്കർ തുർക്കിയാണ്. അത് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ, അത് വളരെ സ്പെഷ്യലാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. വേറൊരു ചോദ്യത്തിലേക്ക് അല്ലേ? വേറൊരു ചോദ്യമാണ്. നമ്മളിപ്പോ ലോകകപ്പ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അമേരിക്ക, കാനഡ, മെക്സിക്കോ ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് ലോകകപ്പ് നടക്കുന്നത്. അപ്പൊ ലോകകപ്പിന് 3 തവണ ആതിഥേയത്വം വഹിക്കാൻ ഭാഗ്യം ലഭിച്ച രാജ്യം ഏതാണ്? അതവിടെ പറഞ്ഞു ചേട്ടാ. നിങ്ങൾ എന്താണ് ഒളിഞ്ഞേക്കണത്? റൈറ്റ് ആൻസർ മെക്സിക്കോ എന്നാണ് പറഞ്ഞത്. അറിയായിരുന്നു. ഇതാ മാണിക്യം ഡിസൈനർ ജ്വല്ലറി നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ താങ്ക് യു. അപ്പൊ കമോം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. കമോൺ ആണ് അല്ലേ? എല്ലാവരും കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. ആരെ കുറിച്ച്? നമ്മൾ ഒരുപാട് തവണ വള്ളിയൂർക്കാവിലെ ചാമ്പ്യന്മാരൊക്കെ ആളുകളാണ്. ഫുട്ബോളിന്റെ ഈറ്റിലോ പോറ്റിലോ കൂടിയാണ് കമോൺ. വയനാട് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബ് കൂടിയുള്ളതാണ് നാന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഓക്കെ, അപ്പോ ഈ വൈകിയ വേളയിലും ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പം മറക്കണ്ട, വയനാട് വിഷൻ ചാനൽ, കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ചേർന്ന് സംഘടിപ്പിക്കുന്ന ഫ്രീ കിക്ക് യാത്ര തുടരുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. താങ്ക് യു.
ഓക്കെ, ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള 2-4 വയനാട് ഡിവിഷൻ ഒപ്പം കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് സംഘടിപ്പിക്കുന്ന ഫ്രീ കിക്ക് എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. 10,001 രൂപ സമ്മാനമുണ്ട്. നമ്മുടെ കാർഡൊക്കെ നിങ്ങളിലേക്ക് വരും. അതിൽ ലിങ്കിൽ കയറുക, ആ ലിങ്കിൽ കയറി നിങ്ങളുടെ സെമി ഫൈനൽ ഫൈനൽ ടീമുകളെ ഒപ്പം പ്രവചിക്കുക, അങ്ങനെ സമ്മാനം നേടുക. ഇപ്പോഴും പേര് സ്പെയിൻ തന്നെയാണ്. സ്പെയിനാണ് ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് പ്രത്യേകത നമ്മൾ ഫുട്ബോളിൽ കാത്തിരിക്കുന്ന ഒരു സ്കോർ പോലെയാണ് അല്ലേ? 2-4 അങ്ങനെയാണ്. വേറെ സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് അധികം ഇതുവരെ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. 8-4 എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത്രയും സ്കോർ വരാൻ സാധ്യത കുറവാണ്. 2-4 വരാം. ഓക്കെ, ഇവിടെ ഏതൊക്കെയാ ടീമെന്ന് ചോദിക്കാം. ഇവിടെ ഒരാൾ ബ്രസീലിന്റെ ജേഴ്സി ഇട്ട് വന്നിട്ടുണ്ട്. ബ്രസീലോ? നീ ബ്രസീലാണോ? ബ്രസീൽ അവിടെയൊക്കെ ബ്രസീലാണ്. പോർച്ചുഗൽ അടിപൊളി. പോർച്ചുഗലിനെതിരെ ഏത് ടീം വരും? ബ്രസീല്. ശരി. അപ്പോൾ ഇവിടെ നമ്മള് അർജന്റീനയുടെ ആൾക്കാരാണ്. മറഡോണനാണ് ലോകത്തിന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ മറഡോണ. അത് കഴിച്ചിട്ടേ ഉള്ളൂ. കഴിഞ്ഞ കൂടിയത്തെ കളി ആ കളി കഴിഞ്ഞ കളി ലോകകപ്പ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ലോകകപ്പ് ഈ ഒരു പ്രായത്തില് ഞാൻ ഇതുപോലത്തെ ലോകകപ്പ് കണ്ടിട്ടില്ല. മറഡോണയാ? അല്ല, മറഡോണ ആണല്ലോ ലോകത്തിന്റെ രാജാവ്. കഴിഞ്ഞ മെസ്സിയുടെ ആ ഗോള് ഇപ്പൊ മനസ്സിലുണ്ട്. ആ കൊങ്ങിണിച്ച് വന്ന ഗോള്. അല്ല, വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല. അല്ല, എന്റെ പേര് പറയും. എന്റെ പേര് ഹാരിസ്. ഹാരിസ്ക്ക് അത് പറഞ്ഞ സമയത്ത് പുള്ളി പോലും അറിയാതെ പുള്ളിയുടെ കണ്ണുകൾ നിറഞ്ഞ് അതാണ് അർജന്റീനക്കാരുടെ വികാരം എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് എന്താ മയപ്പാറ്റകളാ അതെല്ലാം ഇടുന്നു. ഈ ആവേശം ലാസ്റ്റ് കാണാം. അല്ല ഹാരിസ്ക, ആ പ്രയോഗം ഒന്നുകൂടി പറയൂ. ഫുട്ബോളിൽ പുതിയൊരു പ്രയോഗം എന്താണ്? ആ ബോൾ പോർച്ചുഗല്, റൊണാൾഡോ, CR7 നീ പറഞ്ഞാണല്ലോ അല്ലേ? ഇവിടെ വാമോസ് അർജന്റീന. ഇവിടെ ഹാരിസ്കാനെ പൊന്നുപോലെ നോക്കണം. അർജന്റീന 100% അർജന്റീന ഇപ്രാവശ്യം കപ്പടിച്ചിരിക്കും. ഫ്രാൻസിന്റെ ഒരാളെ നമ്മൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത്. ഫ്രാൻസ് അമേരിക്കൻ പട്ടാളത്തിന്റെ പടപ്പാളയത്തിൽ പന്ത് കൊണ്ട് പട്ടാഭിഷേകം തീർക്കാൻ ലോക ഫുട്ബോളിന്റെ താര രാജാവ് കിനിയൻ എംബാപ്പെ. അർജന്റീന. കിനിയൻ എംബാപ്പെ. ബ്രസീൽ. അവിടെ അർജന്റീന. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാ ടീമിലും ആളുകൾ ബ്രസീല്, പോർച്ചുഗല് 40 നിറവിലും 20 വയസ്സിന്റെ ആർജവത്തോടെ റൊണാൾഡോ. നിങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ് മലയാളി. ഖത്തർ പറയുമ്പോ കണ്ണൂരുകാരൻ നമ്മുടെ തഹസിൻ മുഹമ്മദ്. തഹസിൻ മുഹമ്മദ് തീർച്ചയായിട്ടും അടിക്കും. കപ്പടിക്കുന്ന പറയുന്നത്. ഒരു ചോദ്യം, അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയ സമ്മാനം തരും. ചോദ്യം ഇതാണ്: നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഈ വേൾഡ് കപ്പിലെ, ഈ ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും അല്ല മെക്സിക്കോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ അല്ല, മെക്സിക്കോയുടെ ഏത് കളിക്കാരൻ? അയ്യൂബ്. നമ്മളിപ്പുറത്തെയാ? മൊറോക്കോന്റെ കളിക്കാരൻ അല്ല, മെക്സിക്കോന്റെ കളിക്കാരൻ. നമ്മൾ ക്ലൂ വരെ പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ കളിക്കാനിറങ്ങി ചെറിയ മോനാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ബൂട്ടണിയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ്. മെക്സിക്കോയുടെ ഏതാളാണ്? നിങ്ങൾ ചോദ്യം നമ്മൾ ഒഴിവാക്കി. അറിയില്ലല്ലോ, നമ്മൾ പറയുന്നില്ല. ഫോണൊക്കെ നോക്കി പറയുന്നു. ഓക്കെ, ഈ വേൾഡ് കപ്പില് ഈ പ്രാവശ്യം കളിക്കുന്നതിൽ ഒരു കളിയും ജയിക്കാത്ത ഒരു ടീമുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കളിച്ചിട്ട് ഒരു കളിയും ജയിച്ചിട്ടില്ല. ടീം ഏതാണ്? പോർച്ചുഗൽ ജയിച്ചിട്ടില്ല. ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന ടീമുകളിൽ ഒരു കളിയും ജയിച്ചിട്ടില്ല. ഏത് ടീം? ലോകകപ്പിൽ ഇതുവരെ ഒരു കളിയും ജയിച്ചിട്ടില്ല. 7 കളി കളിച്ചു, 5 കളി തോറ്റു, 2 കളി സമനില. അല്ല, എല്ലാം കൂടി പറയണ്ട, ഏതെങ്കിലും ഒന്ന്. സൗദിയൊക്കെ ജയിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിലൊക്കെ ജയിച്ചിട്ടുണ്ട്. ഒരു കളിയും ജയിക്കാത്ത ഒരു ടീമുണ്ട്. ഇപ്പൊ നമ്മള്
ഇതുവരെ കളിച്ചിട്ട് കുറെ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. കുറെ ഓക്കെ, അതും നമ്മൾ ഒഴിവാക്കി. അടുത്ത ടീമിനോട് ചോദിക്കാം, ആളുകൾ കണ്ടുപിടിക്കട്ടെ അല്ലേ? ശരി ഉത്തരം പറഞ്ഞിട്ടില്ല. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം നമ്മുടെ ലൂയി സുവാരസ്, ഉറുഗ്വേയുടെ ഒരാളെ കടിച്ചിട്ടുണ്ട് അല്ലേ? കടിച്ചൊരു ചരിത്രം. ആ കളിക്കാരന്റെ പേര് ഇതാ അവിടെ. മദ്രാസിയോ? അതാര്? ഇതാ ഇവിടെ പറഞ്ഞു. ആരാണ്? ആ പറഞ്ഞോ, ആ പേര് പറഞ്ഞോ. ചില്ലേനി ഇസ് റൈറ്റ് ആൻസർ. ഒരു നല്ല കൈയ്യടി കൊടുത്ത് ഒരു സമ്മാനം കൊടുക്കാൻ പറ്റും. എവിടെ നമ്മുടെ സമ്മാനം? ഒരു സമ്മാനം. ഒരു സമ്മാനം. ഏതാ പേര് പറയും? മാണിക്കൽ ഡിസൈനർ ജ്വല്ലറി നൽകുന്ന സമ്മാനമാണ്. എന്താണ് പേര്? ജാഫറിനാണ് ഈ സമ്മാനം കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ വിളിക്കാം. വിളിക്കല് പിന്നെ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം ഇതാണ്. ഈ ലോകകപ്പിൽ എത്ര രാജ്യങ്ങളാണ് മത്സരിക്കുന്നത് എന്നുള്ളത്? 48. ചോദ്യം അതല്ല. ഇതിനു മുമ്പ് 2022 ഖത്തർ ലോകകപ്പിൽ എത്ര ടീമുകളാണ് മത്സരിച്ചത്? ഇവിടെ പറഞ്ഞു 32. ഒരു സമ്മാനം. അപ്പൊ 32 ടീമാണ്. 32 റൈറ്റ് ആൻസർ ആണ്. പേര് പറയൂ. ആയിക്കോട്ടെ. ഓക്കെ, ഇനി വേറൊരു ചോദ്യം കൂടി. ചോദ്യം അതായിരുന്നില്ലേ ശരിക്ക്? പിന്നെ പറഞ്ഞ മോനല്ലേ മോശമല്ലേ? ചോദ്യം ഇതാണ്. ഏത് ലോകകപ്പ് മുതലാണ് 32 രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകകപ്പ് നടക്കാൻ തുടങ്ങിയത്? ഏത് ലോകകപ്പ് മുതലാണ് 32 രാജ്യങ്ങൾക്ക് പങ്കെടുക്കാൻ ഫിഫ ലോകകപ്പിൽ അവകാശം നൽകിയിട്ട് നടന്ന ആദ്യ ലോകകപ്പ് ഏത് വർഷമാണ്? എവിടെയാണ്? എവിടെയായിരുന്നു ലോകകപ്പ് നടന്നത്? നിനക്ക് അവനാണ് പറഞ്ഞു തരുന്നത്. നിനക്ക് ഓനൊരു സമ്മാനം കൊടുത്ത നീ ഇങ്ങോട്ട് വാ. നിനക്ക് എന്താണ് ഇത്ര തണുക്കുണ്ടോ? പേര് പറയും. സൽമാൻ പറയും. ഏത് ലോകകപ്പിലാണ് 32 രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചു തുടങ്ങിയത്? നടന്നത്? ഏത് വർഷം? 94. റൈറ്റ് ആൻസർ. 94. അതെവിടെയാണ് സമ്മാനം? അല്ല, അവിടെ ഇപ്രാവശ്യം നടക്കുന്നുണ്ട്. USA ലോകകപ്പിലാണ്. ബ്രസീലാണ് കപ്പ് നേടിയത്. അപ്പൊ റൈറ്റ് ആൻസർ ആണ് പറഞ്ഞത്. നല്ലൊരു കൈയടി കൊടുക്കുക എല്ലാവരും ചേർന്ന് പ്ലേസ്. ഓക്കെ, 2 ചോദ്യം കൂടി. 2 ചോദ്യം. അടുത്ത ചോദ്യം. നമ്മള് 930 ഉറുഗ്വേയിലാണ് കളി നടന്നത്. ഉറുഗ്വേയാണ് വിജയിച്ചത്. ഏത് ടീമിനെതിരെയായിരുന്നു ഉറുഗ്വേ വിജയിച്ചത്? 930 ഫസ്റ്റ് വേൾഡ് കപ്പില് ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? ബാക്കി 2 ചോദ്യം ഇവിടെ. വേൾഡ് കപ്പിൽ ഉറുഗ്വേക്ക് എതിരാളി ആരായിരുന്നു? ഉറുഗ്വേയാണ് ജയിച്ചത്. ഏത് ടീമിനെതിരെ? തോറ്റ ടീം ആദ്യ ലോകകപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെട്ടത്. ഓരോ ടീം വിളിച്ചു പറയരുത്. ജർമ്മനി അല്ല. അത് മതി. ആ ചോദ്യം വിടണം. കാരണം ഇനി ഇവരെല്ലാ രാജ്യങ്ങളും പറയുമ്പോ എന്തായാലും കിട്ടില്ലേ? എല്ലാം പറയും. ഒഴിവാക്കി. അടുത്ത ചോദ്യം ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ചാടിക്കേറി ഉത്തരം പറയുന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. 1998 ലോകകപ്പിൽ 3ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? 1998 ലോകകപ്പിൽ 3ാം സ്ഥാനം നേടിയ ലോകകപ്പ് നേടിയ ആ വർഷം 3ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ലൂസേഴ്സ് ഫൈനൽ. ഇങ്ങോട്ട് വരെ. നിങ്ങൾ ആദ്യം ഒന്ന് ശരിക്കും പറഞ്ഞ് പഠിപ്പിക്കണം. പറയുന്നത് കേട്ടോ. പേര് പറ. ക്രൊയേഷ്യയാണ്. നിങ്ങൾ 10 പ്രാവശ്യം ഇമ്പോസിഷനും എഴുതണം. ഇനി ക്രൊയേഷ്യ. 1998 ലോകകപ്പിൽ 3ാം സ്ഥാനം നേടിയ രാജ്യം ക്രൊയേഷ്യ. അവരുടെ ആദ്യത്തെ ലോകകപ്പായിരുന്നു അത് എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ. ആ ലോകകപ്പില് ടോപ്പ് സ്കോറും അവരുടെ താരം തന്നെയാണ് ഡാവർ സുക്കേർ. ലാസ്റ്റ് ചോദ്യം. ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്നറിയാലോ? ഏതാ? കുറക്കാവോ? നടക്കാവോ? ഇല്ല, കുറക്കില്ല. ഏതാ? അല്ലല്ല, ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാ? പേര് പറയട്ടെ. ഏതാ? കുറസോവ അല്ലേ? കുറസോവയിലെ ജനസംഖ്യ എത്രയാ? 1.5 ലക്ഷം. 1.5 ലക്ഷം ജനങ്ങൾ. ഈ ചോദ്യത്തിന് ഒരു കാര്യം കൂടി ഉണ്ട്. 140 കോടി ജനമുള്ള ഇന്ത്യ രാജ്യം ഇതുവരെ വേൾഡ് കപ്പിൽ പോയിട്ടില്ല.
ഒരു സമ്മാനം കൂടി നമുക്ക് കൊടുക്കാം. നല്ല കൈയടി കൊടുക്കും. പേരെന്താണ്? ജാസിർക്കൊക്കെ നല്ലൊരു കൈയടി കൊടുക്കാനായിട്ടാണ്. ജർമ്മനിയായിട്ട് ഒരു ഗോൾ തിരിച്ചടിച്ചു അല്ലേ? കൊടുക്കാൻ കുറസോയ്ക്ക് നല്ലൊരു കൈയടി. 1.5 ലക്ഷം ജനങ്ങളാണുള്ളത്. അപ്പൊ നമ്മള് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം. ഏതായാലും ഒരുപാട് സന്തോഷം. 2-4 ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ 4-2 ആരാണ് ജയിക്കുന്നത്? 4-2 ആരാ ജയിക്കാൻ നോക്കാം നമുക്ക്. വയനാട് വിഷൻ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ഫ്രീ കിക്ക് ഇവിടെ ഇപ്പോൾ ഈ രാത്രിയിലും നമുക്ക് മികച്ച പിന്തുണയാണ് നൽകിയത് 2-4 ഫുട്ബോൾ പ്രേമികൾ. എല്ലാവർക്കും വലിയ നന്ദി. അപ്പൊ ഫ്രീ കിക്ക് അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ് സുൽത്താൻ ബത്തേരി കോഴിക്കോട്, ഒപ്പം മാണിക്ക ഡിസൈനർ ജ്വല്ലറി. എല്ലാവർക്കും സന്തോഷം. ബൈ. ഫ്രീ കിക്ക് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ മാനന്തവാടി ഇൻ അസോസിയേഷൻ വിത്ത് ബ്യൂട്ടി സ്പോർട്സ് സുൽത്താൻ ബത്തേരി കോഴിക്കോട്. കോ-പവേർഡ് ബൈ രുചിപുര സീ ഫുഡ് ഹബ്ബ് സുൽത്താൻ ബത്തേരി. കോ-പവേർഡ് ബൈ മാണിക്യം ഡിസൈനർ ജ്വല്ലറി.